മുഖ്യമന്ത്രി ചർച്ചകൾക്കായി നേതാക്കൾ ഡൽഹിയിലേക്ക്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നീ നേതാക്കൾക്ക് നാളെ ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശം. ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ച നിരീക്ഷകർ പരിഗണിച്ചത് 3 ഘടകങ്ങൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം മറ്റന്നാളെന്ന് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ പോരുമുറുകുന്നു. കോട്ടയത്ത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ദേഹത്ത് പെട്രോൾ ഒഴിച്ച കോൺഗ്രസ് പ്രവർത്തകന്റെ ആത്മഹത്യാശ്രമം. ഫ്ലെക്സ് യുദ്ധവും മുറുകുന്നു. തലസ്ഥാനത്ത് കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സിൽ കരിയോയിൽ ഒഴിച്ചു. വി.ഡി. സതീശനെ അനുകൂലിച്ച് തലസ്ഥാനത്തുൾപ്പെടെ ഇന്നും ഫ്ലെക്സ് ബോർഡുകൾ. രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനവുമായി ഇടുക്കി അടിമാലിയിലും മാങ്കുളത്തും ഫ്ലെക്സുകൾ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞ മുന്നറിയിപ്പ്. നാളെ മഞ്ഞ മുന്നറിയിപ്പ് 9 ജില്ലകളിൽ. തെക്കൻ കേരള തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി. CPM-ൽ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നതിലും അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തീരുമാനമുണ്ടായില്ല. പരാജയത്തിന് പിന്നാലെയുള്ള പരസ്യ വിമർശനങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ ഊർജിതമാക്കി ടി.വി.കെ. വിജയെ പിന്തുണയ്ക്കുന്നതിന് ഇടതുപക്ഷ പാർട്ടികളുടെയും ബി.സി.കെയുടെയും തീരുമാനം. ഇന്ന് വിജയ്ക്ക് ഭൂരിപക്ഷം തെളിയിക്കാനായില്ലെങ്കിൽ സഖ്യ സർക്കാരുണ്ടാക്കാൻ ഡി.എം.കെ. എ.ഐ.എ.ഡി.എം.കെ കൂട്ടുപിടിച്ച് സർക്കാരുണ്ടാക്കണമെന്ന് ഒരു വിഭാഗം എം.എൽ.എമാർ. സഖ്യമുണ്ടാക്കിയാൽ കൂട്ടരാജിക്ക് ടി.വി.കെ തീരുമാനം. പശ്ചിമബംഗാളിൽ ഒടുവിൽ മമതാ ബാനർജി സർക്കാരിനെ പിരിച്ചുവിട്ട് ഗവർണർ. പുതിയ സർക്കാർ രൂപീകരിക്കും വരെ രാഷ്ട്രപതി ഭരണത്തിനും ശുപാർശ. നടപടി കാലാവധി കഴിഞ്ഞിട്ടും രാജി സമർപ്പിക്കാൻ മമത തയ്യാറാവാതിരുന്നതോടെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ BJP യോഗം ഇന്ന്. കേന്ദ്രമന്ത്രി അമിത് ഷായും മോഹൻ ചരൺ മാജിയും നിരീക്ഷകരായെത്തും. തിരുവനന്തപുരം കവടിയാറിൽ നിയന്ത്രണം വിട്ട കാറ് മറ്റു വാഹനങ്ങളിൽ ഇടിച്ച് ഒരു മരണം. മരിച്ചത് പാലക്കാട് സ്വദേശി നൌഷിക. നിരവധി പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് 4 കാറും 2 ബൈക്കും.